ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഓളത്തിൻ്റെ ഫെസ്റ്റ് കാണാനായിട്ടാണ്. വളരെയധികം അടിപൊളി ഫെസ്റ്റാണെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. അവിടെ അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തായിരുന്നു, പാസ് എടുക്കണമായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫ് പോയി പാസ്സൊക്കെ എടുത്തിട്ട് വന്നു. അത് നമ്മൾ കയ്യിൽ ഇതുപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഞാനും അമ്മയും വൈഫും ഉണ്ടായിരുന്നു. നമ്മളത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റീനെ കാണിക്കുമ്പോൾ നമ്മൾ അകത്തോട്ട് വിടും. അകത്തോട്ട് ചെല്ലുമ്പോൾ ആദ്യമേ നമുക്ക് കാണാൻ പറ്റുന്ന കുട്ടികളുടെ കുട്ടി ഓളം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതിൻ്റെ അകത്ത് ധാരാളം കുട്ടികളുണ്ടായിരുന്നു. സത്യം പറയാലോ, കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ക്രിയേറ്റിവിറ്റീസൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്ന അടിപൊളി വർക്ക്ഷോപ്സ് ഉണ്ട്. എനിക്കത് വലിയൊരു അടിപൊളിയായിട്ട് സംഭവമായിട്ട് തോന്നി. നിങ്ങൾക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യിക്കുക. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. വളരെയധികം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒരുപാട് അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് കുട്ടികളുമുണ്ട്. അവരൊക്കെയാണ് ഇതിന് ഗൈഡൻസൊക്കെ കൊടുത്ത് നിൽക്കുന്നതും. അതും വളരെയധികം ഒരു അടിപൊളി സംഭവമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു. നേരെ മെയിൻ സെക്ഷനിലോട്ടെത്തി. അവിടെ കുറച്ച് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞാനും വൈഫും കൂടി അത് സ്റ്റോൺ ആൻഡ് പേപ്പേഴ്സസ് കളിച്ചു. അപ്പോൾ അതിൽ വിൻ ചെയ്ത ആൾക്ക് അവർ ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് വിൻ ചെയ്തത്. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കിട്ടി. അങ്ങനെ പെബിൾസിൻ്റെ ആയിരുന്നു. വളരെയധികം ഒരു അടിപൊളി ചോക്ലേറ്റാണ്. പോകുമ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങൾ എല്ലായിടത്തും നടന്നു സ്റ്റോൾസൊക്കെ കണ്ടു. വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള, ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, നമുക്ക് നല്ല അടിപൊളി ഡെക്കോർ ഐറ്റംസ് എല്ലാം അവൈലബിളാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ആ പുള്ളിക്കാരിൻ്റെ ചെറിയൊരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. അതും കുറച്ച് നേരം കണ്ടു. പിന്നെ തൊട്ടടുത്ത് ഓപ്പോസിറ്റായിട്ട് തന്നെ സീറോ ഫിറ്റ്നസിൻ്റെ കുറച്ച് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കളരിയായിരുന്നു. ഓരോ ദിവസവും ഓരോ ഐറ്റംസാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ ചെറിയ ചെറിയ ചാലഞ്ചസും അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ആർട്ടാണ് ഈ ചേരിക്കുന്നത്. എനിക്ക് അതും വളരെ അടിപൊളിയായിട്ട് തോന്നി. മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പാണ്. ഇതുവരെ നമ്മൾ കണ്ടുകഴിയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ സോഡിയാക് ടെമ്പിളിൻ്റെ ബീഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അതും വളരെയധികം അടിപൊളിയായിട്ടൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ ഒന്നും പറയാനില്ല. നമ്മുടെ മെയിൻ ഏരിയ കോസ്പ്ലേൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് 15,000 വരുന്ന ഒരു സോർഡാണ്. ലൈറ്റും സൗണ്ടൊക്കെ വരും. ചാർജ് കുറവായിരുന്നു. അത് മോശമായിപ്പോയി. പിന്നെ ഒരുപാട് ആനിമെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്ന കട്ടാനാസും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നമ്മൾ ചെറിയ ഷോ ഓഫൊക്കെ നടത്തി. പിന്നെ അവിടെ ഹോട്ട് വീലിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് റെയർ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ് ഭ്രാന്തന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി മസ്റ്റായിട്ടും കാണുക. അവിടെ നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ എല്ലാത്തിനെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. എനിക്കറിയാത്തൊരു ഫീൽഡാണ്. അറിയാത്ത കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കൂടുതൽ അറിയാൻ പറ്റി കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കസ്റ്റമൈസേഷൻ വരുന്ന കാർസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. എന്നാലും ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇന്നലെ പോയപ്പോൾ തിരക്ക് കുറവായിരുന്നു. ഇനി പോകുമ്പോൾ തിരക്ക് എങ്ങനെയെന്ന്. സി യു.